നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 166-ാമത്തെ എപ്പിസോഡാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും എപ്പോഴും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിനെപ്പറ്റി. അപ്പം ദൈവത്തിനെ പറ്റിയുള്ളൊരു അന്വേഷണമാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗോഡ് ആൻഡ് എൻക്വയറി, അതാണ് എൻ്റെ ടൈറ്റിൽ. പിന്നെ ഇതിനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ അമ്മയോടും അച്ഛനോടുമാണ്. എൻ്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഈ പുസ്തകങ്ങൾ വായിക്കാനൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുള്ളതും. 10ാം ക്ലാസ് ആയപ്പോൾ തന്നെ ഒരുപാട് തരത്തിലുള്ള പുസ്തകങ്ങൾ എല്ലാ ലൈബ്രറിയിൽ പോയി എല്ലാം എടുക്കുക. അമ്മയും പുസ്തകം വായിക്കും, ഞാനും വായിക്കും. അങ്ങനെ ദിവസം 2 പുസ്തകം വെച്ച് അമ്മ വായിക്കും, ഞാനും അതുപോലെ വായിക്കുമായിരുന്നു. രാത്രി മെനക്കെട്ടിരുന്ന് വായിക്കുമായിരുന്നു. അങ്ങനെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഒരുപാട് വായനാ ശീലം ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ട് കഥ എഴുതാനൊക്കെ പറ്റി. അങ്ങനെ കേരളത്തിനി എന്ന് പറഞ്ഞൊരു പത്രത്തിൽ ഒരു കഥ ഞാൻ അയച്ചു കൊടുത്ത് അവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അന്ന് ആ വാരാന്ത്യപ്പതിപ്പിലാണ് വന്നത്. അന്ന് അതിൻ്റെ വലിയ എഴുത്തുകാരുടെ കൂടാണ് എൻ്റെ 14 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ കഥയും പ്രസിദ്ധീകരിച്ചത്. അതിനൊക്കെ എൻ്റെ അമ്മയും പിന്നെ വല്യമ്മച്ചിയുണ്ട്, അമ്മയുടെ മൂത്ത ചേച്ചി. ആ വല്യമ്മച്ചിയാണ് ഞാൻ കഥ എഴുതി വെച്ച് പിന്നെ മേശപ്പുറത്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റപ്പോൾ എന്നെ വല്യമ്മച്ചി പറഞ്ഞ്, നീ എഴുതി വെച്ചിരിക്കുന്ന കഥ നല്ലതാണല്ലോടാ, നീ പത്രക്കാർക്ക് അയച്ചു കൊടുക്കുക, അവർ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വല്യമ്മച്ചിയാണ് പ്രേരിപ്പിച്ചത് ഇത് കഥ അയച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെയാണ് എൻ്റെ ഈ പുസ്തകങ്ങളോടുള്ള താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ ഇതിനകത്ത് മനുഷ്യർക്ക് എന്നും അത്ഭുതമാണല്ലോ ദൈവത്തിനെ പറ്റിയുള്ള അന്വേഷണം. അപ്പോൾ അതിൽ ഓരോരോ മതങ്ങളെന്ത് പറയുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം അന്വേഷിക്കുന്നത്. ആദ്യം പരിശുദ്ധ ബൈബിൾ അനുസരിച്ച് ദൈവത്തിനെ 3 രീതിയിൽ സ്ഥിതി ചെയ്യുന്നവരാണ് പറയുന്നത്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അങ്ങനെ 3ആയിട്ടാണ് നമ്മുടെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ദൈവം ഒരിക്കലും നശിക്കാത്തതും എല്ലാറ്റിനെയും സൃഷ്ടിച്ചതും എല്ലാറ്റിനെയും പരിപാലിക്കുകയും ചെയ്യുന്ന ശക്തിയാണെന്ന് ബൈബിളിൽ വീണ്ടും പറയുന്നുണ്ട്. പിന്നെ കരുണാവാനായ ദൈവം തൻ്റെ പുത്രനെ മാനവരുടെ സംരക്ഷണത്തിനായി ഭൂമിയിൽ ക്രിസ്തുദേവൻ്റെ രൂപത്തിൽ അയച്ചു എന്നാണ് പിന്നെ ബൈബിളിൽ പറയുന്നത്. യേശു ക്രിസ്തു പറയുന്നത്, എൻ്റെ പിതാവായ ദൈവം അനശ്വര സ്നേഹത്തിൻ്റെ ഉറവ് പറ്റാത്ത സ്നേഹമാണെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അത് ഏതാണ്ട് 800 പ്രാവശ്യം പഴയ ബൈബിളിൽ ദൈവത്തിനെ പ്രഭു അല്ലെങ്കിൽ ലോഡ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ബൈബിളിലെ ദൈവത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ലോഡ് അല്ലെങ്കിൽ പ്രഭു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. 800 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് പഴയ ബൈബിളിലെ കാര്യമാണ് പറയുന്നത്. പിന്നെ ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്, ദൈവം എല്ലാം അറിയുന്നവനും എല്ലാം ചെയ്യാൻ സാധിക്കുന്നവനും പരിപൂർണനും നല്ലവനും ആകുന്നു എന്നാണ് ജീസസ് ക്രൈസ്റ്റ്, അതായത് യേശു ക്രിസ്തു പറയുന്നത്. പിന്നെ ദൈവം ആരാലും നിർവചിക്കാൻ സാധിക്കാത്തതും എന്നാൽ ഏകവുമായ ഒരു ശക്തിയാണെന്നും ബൈബിളിൽ വീണ്ടും പറയുന്നുണ്ട്. അതായത് ദൈവം ഏകനാണ്, പിന്നെ ആർക്കും നിർവചിക്കാൻ സാധിക്കാത്തൊരു ശക്തിയാണെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി പരിശുദ്ധ ഖുർആനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇസ്ലാം മതം പറയുന്നത്, ദൈവം അതായത് അല്ലാഹു എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തനാണ്, മനുഷ്യ മനസ്സുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. പിന്നെ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടാവാണ്, അത് പരിപാലിക്കുന്നത് അല്ലാഹു തന്നെയാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ദൈവം ഒന്നേ ഉള്ളൂ, ദൈവത്തിന് തുല്യമായ ആരുമില്ല. മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ പ്രവാചകനാണെന്ന് മാത്രമല്ല, ഗബ്രിയേൽ മാലാഹ വഴി 23 വർഷം കൊണ്ടാണ് ഖുർആൻ്റെ വചനങ്ങൾ പറഞ്ഞു തീർക്കുന്നതാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വീണ്ടും പരിശുദ്ധ ഖുർആൻ പറയുന്നത്, തുറന്ന പരിശുദ്ധമായ മനസ്സോടും ദൈവത്തിനെ സമീപിക്കുന്ന ആർക്കും ദൈവത്തിനെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പിന്നെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, തുറന്ന പരിശുദ്ധമായ മനസ്സോടെ ദൈവത്തിനെ സമീപിക്കുന്ന ആർക്കും ദൈവത്തിനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ഇനിയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാതയിൽ കൂടി മുന്നേറാനാണ് ഇബ്രാഹിം നബിയും ആഹ്വാനം ചെയ്യുന്നത്. ഇബ്രാഹിം നബിയാണ് ഈ പിന്നെ വലിയ പെരുന്നാൾ അല്ലെങ്കിൽ പിന്നെ ബലിപ്പെരുന്നാളിൻ്റെ ഒരു പിന്നെ കാരണഭൂതനായ പ്രവാചകൻ എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയാണ്. ഇത്രയാണ് പിന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്.
ഇനി ഹിന്ദു മിഥോളജി അനുസരിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഹിന്ദു മിഥോളജി പറയുന്നത് ദൈവത്തിൻ്റെ സങ്കല്പങ്ങളെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം. ദേവി ആദിപരാശക്തിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മാതാവ് എന്ന് തന്നെയാണ് വേദങ്ങളും ഉപനിഷത്തുക്കളും പറഞ്ഞിരിക്കുന്നത്. ആദിപരാശക്തിയിലെ സ്ത്രീ പുരുഷ ശക്തിയായിട്ടാണ് ശിവനും പാർവതിയും മാറുന്നതെന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. വേദങ്ങളിലൊക്കെ പറയുന്നത് ഈ ആദിപരാശക്തിയാണ് ആദ്യം ഉണ്ടായത്. അത് പുരുഷനും സ്ത്രീയുമായിട്ട് ചേർന്ന് ആദിപരാശക്തിയിൽ രണ്ട് പുരുഷനും സ്ത്രീയും ആയിട്ട് ചേർന്നുള്ള ഒരിതാണ് ആദിപരാശക്തി. അതിൽ നിന്ന് വേർപെട്ട് വന്നതാണ് ശിവനും പാർവതിയും. അങ്ങനെയാണ് ആ കഥ ആ ഒരു സങ്കല്പം പോകുന്നത്, ഹിന്ദു മിഥോളജി പോകുന്നത്. ഇനി ഭഗവത്ഗീതയിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, എല്ലാറ്റിൻ്റെ അടിസ്ഥാനം ഞാൻ തന്നെയാണ്, മഹാവിഷ്ണുവായിട്ടാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. എൻ്റെ മഹാവിഷ്ണു അവതാരം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഞാൻ തന്നെയാണ്. തൻ്റെ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അർജുനന് കുരുക്ഷേത്ര യുദ്ധ സമയത്ത് മൈതാനത്ത് വെച്ച് യുദ്ധം നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ശ്രീകൃഷ്ണൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തത്. അപ്പോൾ ആ വിശ്വരൂപത്തിൽ എല്ലാവരെയും കണ്ടു, ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും അർജുനൻ കണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഈ തൈത്തിരീയ ഉപനിഷത്തിലും പറയുന്നത് ഇത് തന്നെ 33 തരം ദേവതകളുണ്ട്, അല്ലാതെ 33 കോടി ദേവതകളല്ല എന്നാണ് ഈ തൈത്തിരീയ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ 8ഓളം ചിരഞ്ജീവികൾ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുന്നെന്ന് പറയുന്നുണ്ട്. അതും പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്. അവർ ഹനുമാൻ സ്വാമി, അശ്വത്ഥാത്മ, കൃപാചാര്യ, മഹാബലി, മാർക്കണ്ഡേയ, പരശുരാമ, വേദവ്യാസ, വിഭീഷണൻ എന്നിവരാണെന്നും പുരാണങ്ങൾ പറയുന്നുണ്ട്. 8 പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി ശ്രീബുദ്ധൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ജീവജാലങ്ങളും മരിച്ചാൽ ഒരു ജനന മരണ പുനർജന്മ ചക്രത്തിൽ കൂടി കടന്നു പോകുമെന്നാണ് പറയുന്നത്. അത് ബുദ്ധമതത്തിൽ മാത്രമല്ല, അതിൽ നിന്നുള്ള മോചനത്തിനാണ് ബുദ്ധമതത്തിൻ്റെ ലക്ഷ്യം. ഈ ജനനമരണ ചക്രങ്ങളിൽ നിന്നുള്ള മോചനമാണ് ബുദ്ധമതം ലക്ഷ്യമാക്കി പറയുന്നത്. ബുദ്ധമതത്തിലെ ഗണേശൻ, അതായത് ഗണപതി ഭഗവാനെ ഇങ്ങനെ വിഘ്നങ്ങൾ മാറ്റുന്ന ദൈവമായിട്ട് പറയുന്നുണ്ട്. ശ്രീബുദ്ധൻ പറയുന്നത് ഞാൻ ആരെയും വിഷമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് ശ്രീബുദ്ധൻ പറയുന്നത് ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ആരെയും വിഷമിപ്പിക്കത്തില്ല ശ്രീബുദ്ധൻ. അതുകൊണ്ട് എന്നോട് ഈശ്വരൻ ഉണ്ടോ എന്ന് ഒരു നിരീശ്വരവാദി ചോദിച്ചാൽ ഞാൻ ഇല്ലെന്ന് പറയും. എന്നാൽ ഒരാളോട് ഈശ്വരവാദിയാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ, ഈശ്വരവാദിയാണ് ചോദിക്കുന്നതെങ്കിൽ ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടെന്ന് തന്നെ പറയും. ഒരു തീരുമാനത്തിൽ എത്താത്ത ഒരാളോട് ഞാൻ പറയും കണ്ണടച്ച് ധ്യാനിച്ച് ഇരുന്നാൽ മതി, നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു ഫീൽ, അതായത് ദൈവത്തിൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയും. അപ്പോൾ അയാൾക്ക് ആ ഈശ്വരനെ പറ്റിയുള്ള നല്ല ധാരണ കിട്ടുകയും ചെയ്യുമെന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. എന്തായാലും എല്ലാ മതങ്ങളും ഒരു കാര്യത്തിൽ ഉറച്ച അഭിപ്രായമാണ്, ദൈവം എന്നൊരു ശക്തി ഉണ്ടെന്ന് തന്നെ എല്ലാ മതങ്ങളും പറയുന്നുണ്ട്. സയൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് സങ്കല്പമാണെന്നൊക്കെ പറയുന്നത്. സയൻസ് ഞാൻ വേറെ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, സയൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദൈവത്തിനെയൊക്കെ ഒരു സങ്കല്പമായിട്ട് അല്ലെങ്കിൽ ഒരു എനർജിയായിട്ട് മാത്രമേ കരുതുന്നുള്ളൂ. അല്ലാതെ അവർ പറഞ്ഞിരിക്കുന്നത്, മതങ്ങൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഒരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ അത് എനർജി മാത്രമാണ് ദൈവം എന്നാണ് സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.